ഓ പിന്നെ അഭിമാനം സോഷ്യൽ മീഡിയ തുറന്നാ നമ്മളെ ചേട്ടനല്ലേ, നമ്മളെ പയം മുത്ത് ചങ്ക്. നാട്ടുകാരന്റെ രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനാണ്. അതുമില്ലാതെ ഇന്നലെ 88 റൺ അടിച്ച് കളി കണ്ടോണ്ടിരുന്ന നമ്മൾ കളിക്കുന്ന ഒരു ഫീലായി. നമ്മുടെ നാട്ടുകാരെ അതില്ലാതെ സഞ്ജു ചേട്ടൻ വെടിഞ്ഞത്തുള്ളവർ ആർക്കും പറയേണ്ട ആവശ്യമില്ല. നല്ല പ്ലെയർ ആയിരുന്നു. ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലുള്ള 3 മാച്ച് കളിക്കാൻ അവസരം കിട്ടിയില്ല. ലാസ്റ്റ് ഇറങ്ങിയ 3 മാച്ചിലും 50 അടിച്ചു. ടൂർണമെന്റ് തന്നെ പ്ലെയർ ഓഫ് ദ സീരീസ് ആയില്ലേ. അതുപോലെ കേരളത്തിലുള്ള എല്ലാവരും വിചാരിക്കുന്ന 3 ഫോർമാറ്റിലും സഞ്ജുവിനെ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അഭിപ്രായം എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നിരാശ ഇല്ല, സന്തോഷമാണ്. നമ്മളെ നാട്ടിൽ നിന്ന് കളിച്ചു വളർന്നു പോയ ഒരു ചേട്ടനാണ്. അപ്പോൾ അങ്ങേരുടെ പ്രയത്നത്തിന് വേണ്ടി കറക്റ്റ് ഫലം കിട്ടി. സെഞ്ചുറി കിട്ടില്ല എന്നുള്ള ഒരു സങ്കടം മാത്രം തന്നെ ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്നത്. ആദ്യം ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു, കളിക്കണമെന്നായിരുന്നു. ഇവിടെ നിന്നൊക്കെയാണ് പക്ഷേ കളിച്ചു വളർന്നു പോയതാ. സഞ്ജു സാംസണിനെ വെച്ച് പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പ്ലെയർ ആയിരുന്നു. ഇപ്പൊ തുടർച്ചയായി 3 കളിയിൽ 80+ റൺ അടിക്കുന്നുണ്ട്. ഇതേ കഴിവുള്ള ബാറ്റ്സ്മാനാണ്. എല്ലാ ഫോർമാറ്റിലും എടുക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. T20 മാത്രം നിർത്താതെ ടെസ്റ്റ്, ODI വേൾഡ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുക്കാനുള്ള കഴിവുള്ള ബാറ്റ്സ്മാനാണ്. സോ BCCI സെലക്ടേഴ്സ് അടുത്ത ODI വേൾഡ് കപ്പ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ സഞ്ജു സാംസൺ എടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞങ്ങൾ വളരെ സന്തോഷമാണ്. കേരളത്തിൽ നിന്ന് അതും പറയുകയാണെങ്കിൽ വിഴിഞ്ഞത്ത് നിന്ന് വന്ന ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. അതിൽ ഭയങ്കര ഇൻസ്പയർ ആണ് ഞങ്ങൾ ഇവിടെ നാട്ടുകാരെല്ലാവരും. ഉറപ്പായിട്ട് എത്തും. സഞ്ജു സാംസന്റെ ഇന്നിങ്സ്, അതിന് പ്ലേയിങ് സ്റ്റൈലൊക്കെ സ്റ്റൈലിഷ് ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് ടെസ്റ്റ് ആയിരുന്നാലും ODI ആയിരുന്നാലും പോലും കളിക്കാൻ കഴിവുള്ള ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. നമ്മളെ ചേട്ടനാണ്, നമ്മളിവിടെയൊക്കെ വളർന്നു പഠിച്ചത്. അപ്പം അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. ഇത്ര വർഷം കളിച്ചതിനും അതിൻ്റെതായിട്ടുള്ള പ്രയത്നവും കാര്യങ്ങളും ഇന്ത്യൻ ടീമിൽ കളിച്ച് സെഞ്ചുറി എടുത്തല്ലേ, അത്രേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. ആ ഒരു സങ്കടം പോയിട്ട് ബാക്കി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. തോന്നുന്നു പറഞ്ഞാൽ ഇങ്ങനെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തുള്ള ഒരു വിജയമാണ് അങ്ങനെ കിട്ടിയത്. പക്ഷേ അത് അങ്ങയുടെ കഴിവ് മാത്രമല്ല, ഈശ്വരന്റെ കഴിവും കൂടെയാണ്. ഈശ്വരന്റെ പ്രവൃത്തി കൂടെയാണ് അങ്ങനെ ഇതിലേക്ക് നീങ്ങാൻ സാധിച്ചത്. അടുത്തറിയുന്ന ആള് തന്നെയാണ്. നമ്മളെ പരിസരവാസിയാണ്. ദൈവം ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. വീണ്ടും വീണ്ടും ആശംസകളാണ്. ഞങ്ങൾ പഴയ 10-40 വർഷം ഇവിടെ താമസിക്കാവുന്നൊക്കെ. നല്ല രീതിക്ക് തന്നെ കൊച്ചു മക്കൾ നന്നായിട്ട് അവര് വളർത്തി നല്ല രീതിക്ക് ജീവിച്ച് നല്ല രീതിക്ക് തന്നെ അവര് പഠിച്ച് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പേരൊക്കെ ഉണ്ടായിരുന്നു. നല്ല മക്കളെ തന്നെ. ഇങ്ങനെ ആരും പോയിട്ട് ഇങ്ങനെ ആരും ആയിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപയായിരിക്കും അവർക്കുണ്ടായത്. എല്ലാവർക്കും അഭിമാനം തന്നെ. ഭയങ്കര സന്തോഷമുണ്ട്. സഞ്ജുവിന്റെ ഈ ഒരു ഉയർച്ച കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്. വേറെ ഒന്നും പറയാനില്ല. ഞങ്ങള് സഞ്ജുവിന്റെ ഗ്രൗണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. സഞ്ജു കളിച്ചു വന്ന നാട്, അവിടെയാണ് സംസാരിക്കുന്നത്. ഇന്നലത്തെ കളി ഗ്രേറ്റ് ഓഫ് പ്ലെയർ. ഇന്നലെ കളി ജയിപ്പിച്ചതും സഞ്ജുവിൻ്റെ കഴിവായിരുന്നു ഒക്കെ. നമ്മുടെ കേരള പ്ലെയേഴ്സ് ഇന്ത്യൻ പ്ലെയേഴ്സിൽ കേരള പ്ലെയേഴ്സ് എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമുള്ളതാണ് സഞ്ജു സാംസൺ വളരട്ടെ, ഉയർച്ചയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാണാറുണ്ട്. നല്ല കളിയാണ്. ഞങ്ങൾക്കും കൂടെ നല്ല ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ കളിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി എല്ലാം കിട്ടും ഇയാൾ കാരണം. നല്ല കളിക്കാരനായിട്ടാണ് കാണുന്നത്. സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ ഇന്ത്യ ടീമില്ല. ഒരു അഭിമാനമുണ്ട്. സഞ്ജു ചേട്ടൻ ഇവിടെ വിഴിഞ്ഞത്ത് നിന്ന് പോയി ഒരു ഇന്ത്യക്ക് വേണ്ടി 3ാമത്തെ കപ്പ് എടുത്തു കൊടുത്ത്, വേൾഡ് കപ്പ്. അപ്പം 3 കളി നല്ല ഫോം ഉണ്ടായിരുന്നു സഞ്ജു ചേട്ടൻ. ഞങ്ങൾ സഞ്ജു ചേട്ടനെ കണ്ട് പിന്നെ ഞങ്ങളും ഇതേപോലെ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ആവും. നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഒരു മാതൃകയാണ്. സഞ്ജു സാംസനെ പോലെയാണ് SMV അക്കാഡമിയൊക്കെ വെച്ച് സഞ്ജു സാംസൺ അതിന് ഇനാഗ്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അത് വളരെ സന്തോഷമാണ്. പിന്നെ നല്ല പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന സഞ്ജു സാംസനോട് എപ്പോഴും കാണും.